ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നു കേട്ടോ. എൻ്റെ മാലയ്ക്ക് ചെറിയൊരു പണി കിട്ടി ഗായ്സ്. എൻ്റെ മാലയുടെ ലോക്കറ്റിന് ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയിട്ടോ. ഞാൻ കിടന്നപ്പോഴത്തേക്കും അതിങ്ങനെ ചെറുതായിട്ടൊരു ഒടിവ് സംഭവിച്ചു. അങ്ങനെ അത് ശരിയാക്കാൻ വേണ്ടി ഭീമ ഗോൾഡിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും ശരിയാക്കി കഴിഞ്ഞ് നേരെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ. വെസ്റ്റ് സൈഡിൽ പോയി എനിക്കിഷ്ടമായില്ല. പിന്നെ നേരെ ലൈഫ് സ്റ്റൈൽ വന്നു. അവിടെ ആകുമ്പോഴേക്കും മാക്സും ട്രെൻഡ്സും എല്ലാം ഒരു ബിൽഡിങ്ങിൽ തന്നെയുണ്ട്. എൻ്റെ ഇക്കാക്ക് സമാധാനവും ആവും. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ തന്നെ പോയി കേട്ടോ. അങ്ങനെ ട്രെൻഡ്സിൽ കയറി. ട്രെൻഡ്സിലും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അവസ്ഥ. എല്ലായിടത്തും കളക്ഷൻ ഉണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ ഇതേ മാക്സ് കയറി. ഈ ഷർട്ട് നോക്കി അങ്ങോട്ട് എനിക്ക് ദഹിച്ചില്ല. അതും എനിക്കിഷ്ടമായില്ല. എന്നിട്ട് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അവിടെ നോക്കി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അകത്തും കൂടി ഒന്ന് കയറി നോക്കാം. വെസ്റ്റ് സൈഡ് അല്ലല്ലോ, ലൈഫ് സ്റ്റൈലിൻ്റെ അകത്തും കൂടി കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേടിച്ചു. അവിടെ നിന്ന് നേരെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക് ഏറെക്കുറെ സമാധാനമായി. കാരണം കിട്ടിയല്ലോ, ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള മട്ടിലാണ് കേട്ടോ ഇക്കാക്കയുടെ ഇരിപ്പ്. കാരണം ഇല്ലെങ്കിൽ 100 കട കയറി ഇറങ്ങണം എന്നുള്ള ഒരു ചിന്താഗതി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കൊച്ചിക്കാരുടെ അവസ്ഥ അറിയാമല്ലോ, കണ്ടില്ലേ, ഈ ബ്ലോക്കിൽ കിടന്ന് തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് ഗൈസ്. ഒരാവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. മെട്രോയുടെ പണി കാരണം വണ്ടി ഒന്നും അനങ്ങണില്ല. പയ്യെ പോവുക തന്നെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.